അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 1 വാക്യം 22 നമ്മൾ വായിച്ചു കേട്ടത്. യേശു കഫർനാമിലെ സിനഗോഗിൽ സാബത്ത് ദിവസം പഠിപ്പിച്ചതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിയമജ്ഞർ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു. യേശു നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയല്ല, പഠിപ്പിക്കുകയും ആധികാരികമായി അവയെ പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. യേശു നിയമം വ്യാഖ്യാനിക്കുന്നവനെ പോലെയല്ല, നിയമം നൽകുന്നവനെ പോലെയാണ്, നിയമദാതാവിനെ പോലെയാണ് പഠിപ്പിച്ചത്. ഈ വ്യത്യാസം ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വിസ്മയഭരിതരായത്. നിയമജ്ഞർ അനേക വർഷത്തെ പഠനത്തിന് ശേഷമാണ് വ്യാഖ്യാനിച്ചിരുന്നത്. യേശുവാകട്ടെ കാര്യമായ പഠനമൊന്നും ഒരു ഗുരുവിൻ്റെയും കീഴിൽ പഠിച്ചതായിട്ട് ജനങ്ങൾക്ക് അറിവില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ വിസ്മയഭരിതരായത്. ഇവനീ അറിവെല്ലാം എവിടെ നിന്ന് അവർ ചോദിക്കുന്നുണ്ട്. യേശു തൻ്റെ വ്യക്തിത്വം, തൻ്റെ ദൈവതത്വം പതുക്കെ പതുക്കെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയായിരുന്നു.